ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്നറിയോ? നല്ല അടിപൊളിയായിട്ടുള്ള നല്ല 3 തരം ബേക്കറി ഐറ്റംസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബക്കിലാവയൊക്കെ ഞാനിതിൽ കാണിക്കുന്ന ഷീറ്റൊക്കെ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടാണ്. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ, ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. ഞാൻ മുമ്പും ബേക്കറി ഐറ്റംസൊക്കെ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലാദ്യം കാണിക്കുന്നത് പൂരൻ ബോളിയുടെ റെസിപ്പിയാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോന്നും. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുത്ത് കാണാം കേട്ടോ. അപ്പോൾ ഇതിലാദ്യം നമുക്ക് പൂരൻ ബോളിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് പൂരൻ ബോളി ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമുക്ക് കടലപ്പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് കടലപ്പരിപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ഒന്ന് കുതിർത്ത് കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള കടലപ്പരിപ്പാണ്. കുതിർത്ത് വെക്കുമ്പോൾ ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒന്ന് വെന്ത് ഉടയുന്ന പരുവത്തിൽ തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒരിച്ചിരി കൂടിപ്പോയാലും കുഴപ്പമില്ല, നമുക്കങ്ങനെ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ പിന്നീട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 വിസിൽ അല്ലെങ്കിൽ ഒരു 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് വേവിച്ചെടുക്കാം. 1 വിസിൽ വന്ന ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 1 വിസിൽ വന്ന ശേഷം ഫ്ലെയിം ഒരിച്ചിരി ഒന്ന് കുറച്ചിട്ട്, നല്ലോണം ലോ ഫ്ലെയിം അല്ല, ഒരിച്ചിരി ഫ്ലെയിം കുറച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ മതി. മൊത്തത്തിൽ ഒരു 3 അല്ലെങ്കിൽ ഒരു 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ മൈദ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. 2 കപ്പ് മൈദയാണ് ഞാൻ ഈ ഒരു അളവിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സെയിം ഗോതമ്പ് മാവ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ മൈദ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഗോതമ്പ് മാവാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് പറയുമ്പോൾ അതിലൊരിച്ചിരി മാറ്റം വരും. കുറച്ചും കൂടെ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ 1/2 കപ്പ് ചൂടുള്ള വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1/4 കപ്പ് പാലും കൂടെ, തണുത്ത പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ചെറിയൊരു ചൂടുള്ള കൺസിസ്റ്റൻസി ആയി കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നല്ല ചൂടുള്ള വെള്ളം എടുത്തത്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 2-3 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ പെട്ടെന്ന് എല്ലാം കൂടെ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്ലാസ്സിലോട്ട് എല്ലാം കൂടെ ചേർത്ത് കൊടുത്തത്. ഇനി ഒരു മിക്സും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മൈദയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഫുഡ് പ്രോസസ്സറിലാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്നതിനേക്കാളും അതിനേക്കാളും ഒരിച്ചിരി അയവിലാണ് ഇതിൻ്റെ മാവ് വേണ്ടത്. അത്രയും ഹാർഡായിട്ട് വേണ്ട. അപ്പോൾ ഞാൻ പറയുന്ന ഈ ഒരളവിൽ വെള്ളം അതുപോലെ പാലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പാകത്തിനാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സാധാ നമ്മൾ പൂരിക്കൊക്കെ കുഴക്കുന്ന പോലെ അതിനേക്കാളും ഒരിച്ചിരി സോഫ്റ്റായിട്ട് അയവിൽ കുഴച്ചെടുത്താൽ മതി. ഇതിലോട്ട് ഈ ഒരു മിക്സും അതുപോലെ ഒരു 2 ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നല്ല പാകത്തിനുള്ള ഡോ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് ഒന്ന് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലോട്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വരെ മാറ്റി വെക്കാം കേട്ടോ. നമ്മൾ ഇതിൻ്റെ പണ്ടം റെഡിയാകുന്ന വരെ നമുക്കിത് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ കടലപ്പരിപ്പ് ഒരു 4 വിസിൽ വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിന്. ഇപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. വെന്ത് ഉടയുന്ന പരുവത്തിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. നമ്മളിത് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നാൽ പോലും നന്നായിട്ട് വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ നല്ല പാകത്തിന് വെന്തിട്ടുമുണ്ട്. അതുപോലെ ഇതിൽ കുറച്ച് വെള്ളവും ഉണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല. ഇനി ഇത് ചൂടാറിയിട്ടാണ് കേട്ടോ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് വേണം ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് ബ്ലെൻഡറിലോട്ട് കുറേശ്ശെ ഇട്ടിട്ട് 2 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 3 പ്രാവശ്യമായിട്ടൊക്കെ ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ ഒന്നിച്ചിടുമ്പോൾ നമുക്ക് നന്നായിട്ട് ബ്ലെൻഡായി കിട്ടില്ല. അപ്പോൾ ഇതിൽ തരിയൊന്നും ഇല്ലാത്ത നല്ലൊരു പേസ്റ്റ് പരുവത്തിലാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരിച്ചിരി വെള്ളം ചേർത്തിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് വെള്ളം ചേർക്കണ്ട, ഒരിച്ചിരി ചേർത്ത് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക നന്നായിട്ട്.
അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കടലപ്പരിപ്പിൻ്റെ തരിയൊന്നും ഇല്ലാത്ത ഇതുപോലെ നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ അരച്ചെടുക്കുക, അല്ലെങ്കിൽ നമുക്കത് നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ അരച്ചെടുത്താൽ മതി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നല്ലോണം ചൂടാറിയിട്ട് തന്നെ അരച്ചെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഈ മൂടി ബ്ലെൻഡറിൻ്റെ ഈ ഒരു ജാറിൻ്റെ മൂടി ഓപ്പണായിട്ട് പുറത്തോട്ട് വരും. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ഇതിലേക്കുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. 300 ഗ്രാം ശർക്കരയാണ് ഞാൻ ഈ ഒരു അളവിൽ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര വലിയ പീസാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. അല്ലെങ്കിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ നല്ല പാകത്തിന് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ പിന്നീട് അരിപ്പയിൽ അരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് തന്നെ ഒരു 1/4 ടീസ്പൂണ് ക്രഷ് ചെയ്ത ഏലക്കാപ്പൊടിയും അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ക്യൂമിൻ ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നീട് അരിപ്പയിൽ അരിച്ചെടുക്കുന്നത് കൊണ്ട് നമുക്ക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നല്ല ഫൈൻ പൗഡറായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റൂല ക്രഷ് ചെയ്തതാണെങ്കിൽ. അരിപ്പയിൽ അരിച്ചെടുക്കുന്നില്ലെങ്കിൽ ഫൈൻ പൗഡറായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുത്താലും മതി. ഇതിപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രം വെച്ചിട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 2-3 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് മിക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അരച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു കടലപ്പരിപ്പിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ്. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. എന്നിട്ടാണ് നമ്മൾ ഇതിലോട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും മതിന് നമുക്കിതിലോട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് വേണമെങ്കിൽ ഒരു ഇച്ചിരി കുറക്കാം ഈ ഒരു സമയത്ത്. ശർക്കരപ്പാനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരിപ്പയിൽ അരിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നല്ല തിക്കാവണം. തിക്കായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവമാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അതുപോലെ നമുക്ക് ഈ ഒരു സമയത്തൊക്കെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവ് ബോൾസാക്കിയൊക്കെ എടുക്കാം കേട്ടോ. ബോൾസാക്കിയൊക്കെ വെക്കാം ഈ ഒരു സമയത്ത്. ഇടയ്ക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കണ്ടിന്യൂ ഇളക്കി കൊടുക്കണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഏകദേശം ഒരു അരമണിക്കൂർ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോഴാണ് നല്ല തിക്കായിട്ട് വരുന്നത്. ആ ഒരു പരുവമാകണം, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇത് ബോൾസാക്കി എടുത്തിട്ട് പരത്തിയെടുക്കാനൊന്നും പറ്റൂല. അടിക്ക് പിടിക്കാതെ നോക്കണം കേട്ടോ. അപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഇത് അടിക്ക് പിടിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ നെയ്യൊക്കെ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അടിക്ക് പിടിക്കില്ല. ഇതിപ്പോൾ കണ്ടില്ല, നല്ല പാകത്തിന് ആയിട്ടുണ്ട്, നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം നമുക്കിങ്ങനെ ഇതാക്കിയെടുക്കുമ്പോൾ തന്നെ മൊത്തത്തിലൊരു ബോൾ പോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് നമുക്കായി കിട്ടണം. അപ്പോൾ ഇതിപ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവം പോലെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതിന് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടെ ഇതിനേക്കാളും നന്നായിട്ട് നമുക്ക് തിക്കായിട്ട് കിട്ടും. ഇത് തന്നെ ഇപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾസാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു മാവ് നമ്മൾ ബോൾസാക്കി എടുക്കില്ല, ആ ഒരു ഏകദേശം സെയിം സൈസിലുള്ള ബോൾസ് തന്നെ ആക്കിയെടുക്കുക. ഇപ്പോൾ കണ്ടില്ല, നല്ല പാകത്തിനുള്ള പണ്ടം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ പണ്ടം വേണ്ടത്. പിന്നെ നമുക്കിതുപോലെ ഒന്ന് ബോൾസാക്കി എടുക്കാം. ഒട്ടും തരിയില്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് പണ്ടം ഉണ്ടാക്കി എടുക്കാൻ പറ്റും, ഫില്ലിങ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ബോൾസാക്കി മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കുഴച്ച് വെച്ചിട്ടുള്ള നമുക്ക് മൈദ മാവും നമുക്കിതുപോലെ തന്നെ ബോൾസാക്കി എടുക്കാം, ഏകദേശം ഈ ഒരു സൈസിൽ. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ട്. അരമണിക്കൂറിൽ കൂടുതൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളിതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യൊക്കെ പുരട്ടിയിട്ടല്ലേ വെച്ച് കൊടുത്തിട്ടുള്ള. അതുപോലെ ഒരിക്കലും നമ്മൾ മൂടാതെ മാവ് വെക്കരുത്. എന്തെങ്കിലും ഒരു മൂടി വെച്ചിട്ട് കവർ ചെയ്തിട്ട് വേണം ഇതുപോലെ മാവ് വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും. അപ്പോൾ ഇത് നമുക്ക് ഇതും ബോൾസാക്കി എടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത ഒരു പണ്ടം വെച്ചിട്ടുള്ള ബോൾസ് ഉണ്ടല്ലോ, അതിനേക്കാളും ചെറിയ സൈസിൽ ഉണ്ടാക്കിയെടുക്കരുത്.
ഏകദേശം ആ സൈസ് അല്ലെങ്കിൽ ഒരു ഇച്ചിരി വലുതായാലും കുഴപ്പമില്ല. പക്ഷെ അതിനേക്കാളും ചെറുതാക്കിയിട്ട് നമ്മൾ ബോൾസ് ഉണ്ടാക്കിയെടുത്താൽ നമ്മൾ പണ്ടം വെച്ചിട്ട് ഫില്ലിങ് വെച്ചിട്ട് പരത്തിയെടുക്കുമ്പോൾ പുറത്തോട്ട് വരും. ഈ ഒരളവിൽ നമുക്ക് ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള ഗുളികയാണ്, പൂരൻ ബോളിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരളവിൽ നമുക്ക് ഏകദേശം ഒരു 15 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് മൈദമാവ് തന്നെ തട്ടി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു പണ്ടം ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ നടുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കാം, ഈ ഒരു ബോൾസ്. എന്നിട്ട് ഇത് മൊത്തത്തിൽ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ഇതിൻ്റെ അറ്റമൊക്കെ ഇതുപോലെ മെല്ലെ ഒന്ന് നമുക്കിങ്ങനെ ആക്കിയെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ മാവ് വെലിഞ്ഞ് വരുന്നുണ്ട്. നമുക്കിങ്ങനെ മുകളിലോട്ട് ആക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല സോഫ്റ്റ് ഡോ അല്ലേ. എന്നിട്ട് ഇതുപോലെ എല്ലാം കൂടെ നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതാക്കി എടുക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ പരത്തിയെടുക്കുമ്പോൾ നടുക്ക് പൊട്ടിപ്പോകും, ഫില്ലിങ് പുറത്ത് വരും. നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. നമുക്കിതിൻ്റെ നമ്മൾ ജോയിൻ ചെയ്തെടുത്ത ഒരു ഭാഗം സെപ്പറേറ്റ് ആയിട്ട് വിട്ട് നിൽക്കരുത്, നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് മൈദമാവ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാ ബോൾസും ഇതുപോലെ ഒന്ന് ഫില്ലിങ് വെച്ചിട്ട് ഈ ഒരു രീതിയിലാക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ ചെയ്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് പരത്തുന്നതിനനുസരിച്ച് ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരളവ് 2 കപ്പ് മൈദയും അതുപോലെ 1 കപ്പ് കടലപ്പരിപ്പ് വെച്ചിട്ടുള്ള പണ്ടവും പാകത്തിനാകുന്നുണ്ട്. അങ്ങനെ ബാലൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ ചെയ്ത് വെക്കുക. പിന്നെ നമ്മളൊരു പ്ലേറ്റിൽ നിരത്തി വെക്കുക കേട്ടോ. ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെച്ച് കൊടുക്കണ്ട. ഇതുപോലെ മൈദയൊക്കെ നല്ലോണം സ്പ്രെഡ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിൽ നിരത്തി വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഇത് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തുമ്പോൾ ഇതുപോലെ തന്നെ മൈദമാവ് ഇതുപോലെ തൂകി കൊടുത്തിട്ട് ഒന്ന് സാവധാനം പരത്തി കൊടുക്കുക. നമ്മളങ്ങനെ ശക്തിയോടെ പരത്തേണ്ട, ഒന്ന് സാവധാനം ഒന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് നന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്, പൊട്ടിപ്പോവാത്ത രീതിയിൽ. കടലപ്പരിപ്പിലെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ പരത്തിയെടുക്കാനൊന്നും പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് നന്നായിട്ട് അങ്ങനെ അരച്ച് പേസ്റ്റ് പരുവത്തിലാക്കി ചേർക്കുന്നത്. പിന്നെ ഇത്രയും വലിയ സൈസിലുള്ള ബോളി വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോൾസാക്കി എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിനേക്കാളും ചെറിയ സൈസിൽ ബോൾസാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ പരത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരുപാട് പരത്തി നമ്മളങ്ങനെ വെക്കാതിരിക്കുക, ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പരത്തി വെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നിരത്തി തന്നെ പരത്തി വെക്കുക, കുറേ നേരം പരത്തി വെക്കാതിരിക്കുക കേട്ടോ. ഇതേപോലെ ബാക്കിയുള്ളതും ഓരോന്നും പരത്തി എടുത്താൽ മതി. എല്ലാ ഭാഗത്തും ഒരേ കനത്തിൽ പരത്തിയെടുക്കാൻ നോക്കാം കേട്ടോ. എന്നാലേ നമുക്ക് നന്നായിട്ട് പൊങ്ങി കിട്ടുള്ളൂ. നമ്മൾ ചപ്പാത്തി ആണെങ്കിലും അങ്ങനെ തന്നെയല്ലേ, ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെയാണ്. പക്ഷെ നമ്മുടെ ഇതിലകത്ത് ഫില്ലിംഗ് ഉണ്ടതുകൊണ്ട് ഒന്ന് സാവധാനം പരത്തിയെടുക്കാന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ പരത്തി ചുട്ടെടുത്താൽ മതി. ഞാനൊരു 3-4 എണ്ണം പരത്തിയെടുത്തിട്ടാണ് ചുട്ടെടുക്കുന്നത്. പറഞ്ഞ പോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെക്കാതിരിക്കുക കേട്ടോ. പരത്തി വെക്കുമ്പോൾ ഒന്ന് നിരത്തി തന്നെ പരത്തി വെക്കുക, അല്ലെങ്കിൽ ഓരോന്ന് പരത്തി ചുട്ടെടുത്താൽ മതി. പിന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ തവ നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഷീറ്റ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കാം കേട്ടോ. എന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു 10 സെക്കൻഡ്, ഒരു 10-15 സെക്കൻഡ്, അതിനേക്കാളും കൂടുതൽ വെക്കണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക, നമ്മൾ ചപ്പാത്തി പത്തിരിയൊക്കെ ചെയ്യുന്ന പോലെ. അപ്പോൾ ഇത് മറ്റേ ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. ഇങ്ങനെ നടുക്കൊക്കെ ഇങ്ങനെ പുള്ളി വരുമ്പോൾ തന്നെ നമുക്കറിയാം കുക്കായി വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു സമയത്തൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. ഇതുപോലെ ഓരോന്നും ചുട്ടെടുത്താൽ മതി. പിന്നെ നേരത്തെ പറയാൻ വിട്ടു, ഇതിൻ്റെ സൈഡിലോട്ടൊക്കെ 1-2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓപ്ഷനിലാണ്. പിന്നെ സാധാരണ ഇവിടെ കർണാടകയിൽ കഴിക്കാറുള്ളത് നെയ്യ് ചേർത്തിട്ട് തന്നെയാണ് കേട്ടോ. നല്ല ചൂട് ഈ ഒരു ബോളിയുടെ കൂടെ നല്ല ചൂടോടെ നെയ്യും കൂടെ ആഡ് ചെയ്തിട്ടാണ്, കുറച്ച് കൂടുതൽ തന്നെ തൂക്കി കൊടുക്കും. അങ്ങനെയാണ് ഇവിടെയൊക്കെ കഴിക്കാറുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ചൂട് ബോളി കഴിക്കുമ്പോൾ നെയ്യും കൂടെ ചേർത്തിട്ട്. പിന്നെ ഇത് തിരുവനന്തപുരത്തൊക്കെ കഴിക്കാറുള്ളത് പായസം കൂട്ടിയാണ്, നല്ല കീറുണ്ടാക്കിയിട്ട്
കീറും കൂടെ സെർവ് ചെയ്തിട്ട് അതും കൂടെ കൂട്ടിയാണ് കഴിക്കാറുള്ളത്. അങ്ങനെയും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ കീറുണ്ടാക്കിയെടുക്കുമ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പഞ്ചസാരയുടെ അളവ് ഒരിച്ചിരി കുറക്കാട്ടോ. ഓൾറെഡി ഇത് മധുരമാണല്ലോ. അപ്പോൾ കീറിലേക്ക് നമ്മൾ ചേർക്കുന്ന പഞ്ചസാരയുടെ അളവ് ഒരിച്ചിരി കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ കഴിക്കാം. ഇതിപ്പോൾ കണ്ടില്ല എത്ര നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളതെന്ന്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒരിക്കൽ ട്രൈ ആക്കി നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള മാൽപ്പുരി എന്ന് ഞങ്ങൾ പറയും, മാൽപ്പുവ എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു മാൽപ്പുരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നുള്ളത്. പാകത്തിനുള്ള മധുരമാണ് 1 കപ്പ് പഞ്ചസാര. ഇനി ഇതിലോട്ട് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. മെഷർ ചെയ്തിട്ട് തന്നെ 1.5 കപ്പ് ചേർത്ത് കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും കൂടുകയോ കുറയുകയോ ചെയ്യരുത്. പാകത്തിനുള്ള അളവാണ് ഈ ഒരു 1.5 കപ്പ്. പിന്നെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് നന്നായിട്ട് തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അല്ലാതെ ഒരു നൂൽ പരുവമാക്കി എടുക്കണമെന്നില്ല. പിന്നെ ഇതിലോട്ട് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, ക്രഷ് ചെയ്തത്. അല്ലെങ്കിൽ ഇതുപോലെ ഫുള്ളായിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഏലക്ക നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കാം, ഞാൻ വിട്ടുപോയതാണ്. ഇനൊന്നും കൂടെ നന്നായിട്ട് തിളക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ചൂടാറി കഴിഞ്ഞിട്ടാണ് നമ്മളിത് മാവിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മാവ് റെഡിയാക്കാനായിട്ട് ഞാനൊരു ബൗളിലോട്ട് 1.5 കപ്പ് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മൈദ എടുക്കുമ്പോൾ ഇതുപോലെ വടിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഒരിക്കലും ഫുള്ളായിട്ട് എടുക്കരുത്. നന്നായി വടിച്ചിട്ട് നമ്മൾ വെള്ളം എങ്ങനെയാണോ എടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ മൈദയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ചെടുത്ത ഷുഗർ സിറപ്പ് ഇതിപ്പോൾ ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് കലക്കി കൊടുക്കുക. നമ്മളെടുത്ത ഷുഗർ സിറപ്പ് ഫുള്ളായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടർമറിക് പൗഡർ ആയാലും മതി കേട്ടോ, ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മൊത്തം ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഏലക്കയൊക്കെ മാറ്റിയിട്ടാണ് ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ ക്രഷ് ചെയ്ത ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അരിപ്പയിൽ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അടുത്ത് മെഷർമെൻറ്റ് കപ്പില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുക്കുക. എന്നിട്ട് ആ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്താൽ മതി. കറക്റ്റ് മെഷർ ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ നമുക്ക് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരു 1-2 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ടർമറിക് പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ, മഞ്ഞൾപ്പൊടി. അപ്പോൾ നന്നായിട്ടുള്ളൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഫുഡ് കളറൊക്കെ നിങ്ങൾക്ക് നേരത്തെ ഷുഗർ സിറപ്പ് തിളപ്പിക്കുന്ന കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫുഡ് കളറാണെങ്കിലും മഞ്ഞൾപ്പൊടി ആണെങ്കിലൊക്കെ. അപ്പോൾ പിന്നെ നമുക്ക് ഇതുപോലെ കുറേ നേരം മിക്സാക്കി എടുക്കേണ്ട ആവശ്യമില്ല. എളുപ്പമാണ്, അധികം പണിയൊന്നുമില്ല. നമ്മൾ ഒരു വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ എല്ലാം കൂടെ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ വെള്ളവും മൈദയും ചേർത്ത് കൊടുത്താൽ നിങ്ങൾക്ക് പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആയി കിട്ടും. പഞ്ചസാരയുടെ അളവ് വേണമെങ്കിൽ ഒരു ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. പക്ഷേ വെള്ളവും മൈദയും സെയിം ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ എടുക്കുക. ഇനി ഇത് നമ്മൾ അരമണിക്കൂറോളം മൂടി വെച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അരമണിക്കൂറോളം മാറ്റി വെക്കാം. അരമണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇനി ഇതിലോട്ടൊന്നും ചേർത്ത് കൊടുക്കാനില്ല. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഞാൻ എണ്ണ ഓൾറെഡി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലോട്ട് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കുക. എന്നിട്ട് മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു തവി വലിയ തവി ആയതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലിയ സൈസ് വേണം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ സൈഡൊക്കെ ഒന്ന് പരന്ന രീതിയിലൊക്കെ ഉണ്ടാവും, ഒരു ഡിസൈൻ പോലൊക്കെ. അപ്പോൾ ഒരു രീതിയിൽ തന്നെയാണ് വേണ്ടത്. പിന്നെ നിങ്ങൾ ഫസ്റ്റത്തെ ചുട്ടെടുക്കുന്നത് ഒന്ന് ചെറിയ സൈസിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എണ്ണയുടെ ചൂടൊക്കെ ഒന്ന് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഓവർ ചൂടായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന അത്ര ശരിയായി കിട്ടണമെന്നില്ല കേട്ടോ.
പിന്നീട് എണ്ണയുടെ ചൂടൊക്കെ ക്രമീകരിച്ചിട്ട് വീണ്ടും ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായി കിട്ടും. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി തിരിച്ചിട്ട് കൊടുത്ത ശേഷം കുറേ നേരം വെക്കണമെന്നില്ല. ഈ ഒരു സൈഡൊക്കെ ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റാം. കുറച്ചും കൂടെ ഒരു ബ്രൗൺ കളറായി കാണും, അപ്പോൾ മാറ്റിയാൽ മതി. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ തിരിച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ സൈഡൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇനി നമുക്ക് മാറ്റാം. അപ്പോൾ എളുപ്പമാണ് മാൽപ്പുരി ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ആർക്കും ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് കോരിയെടുത്ത ശേഷം ഇതിലുള്ള എണ്ണയൊക്കെ നല്ലോണം പ്രസ് ചെയ്തിട്ട് ഒന്ന് കംപ്ലീറ്റ് ഇതുപോലെ ഒന്ന് ഊറ്റി കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ നല്ലൊരു ടിഷ്യൂ പേപ്പറിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് എണ്ണയൊക്കെ മാറിക്കിട്ടും. ഈ ഒരു രീതിയിൽ ഓരോന്നും ചുട്ടെടുക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഈ ഒരു മാൽപ്പുരി. ഇതുപോലെ ഓരോന്നും ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്കൊരു 14-15 മാൽപ്പുരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, ഈ ഒരു സൈസിൽ. പിന്നെ ഒരു പരന്ന പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് 2-3 ഒക്കെ ഒരുമിച്ച് തന്നെ ചുട്ടെടുക്കാം. ഇതുപോലെ മാവ് കോരി ഒഴിച്ച്. അപ്പോൾ ഞാനിത് മുമ്പും ഉണ്ടാക്കി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുട്ട ചേർത്തിട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ മുമ്പ്. അപ്പോൾ കുറച്ചും കൂടെ നല്ല സോഫ്റ്റായി കിട്ടുന്നുണ്ട് മുട്ട ചേർക്കുമ്പോൾ. ഇതുപോലെ മുട്ട ചേർക്കാതെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതും ആയിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മാൽപ്പുരിയാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മാൽപ്പുരിയാണിത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ദിവസത്തെക്കാളും പിറ്റേന്നൊക്കെ ഒന്നിൽ കൂടുതൽ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ അതുപോലെ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാൻ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കരിഞ്ജീരകം നമ്മൾ മാവിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മാൽപ്പുരിയാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ബക്ലാവയാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുമ്പോൾ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഷീറ്റൊക്കെ ഹോം മെയ്ഡായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഷീറ്റാണ്. ഞാൻ ഷീറ്റ് ഉണ്ടാക്കുന്നതും കാണിക്കുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല റേറ്റും ഉണ്ടാകാറുണ്ട്. എല്ലാ ഷോപ്പിലും അങ്ങനെയൊന്നും കിട്ടാറുമില്ല. അപ്പോൾ നമുക്ക് നല്ല തിന്നായിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതിനേക്കാളും നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാം. എന്തായാലും നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കി നോക്കാം ഞാൻ പറയുന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നല്ല തിന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്കുള്ള മാവ് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഫുഡ് പ്രോസസ്സറിലാണ് കുഴച്ചെടുക്കുന്നത്. നിങ്ങളൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിലോട്ട് വേണ്ടത് 2 കപ്പ് മൈദയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന പോലെ തന്നെയാണ്. അതിനേക്കാളും ഒരു ഇച്ചിരി സോഫ്റ്റായിട്ട് കുഴച്ചാൽ മതി. പിന്നെ വേണ്ടത് ഇതിലോട്ട് 2 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ. 2 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, അതുപോലെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഏകദേശം 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ മുട്ട നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണ് അൺസോൾട്ടഡ് ബട്ടറാണ്. നിങ്ങൾക്ക് ബട്ടറിന് പകരം ഈ ഒരു സമയത്ത് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ പിന്നീട് ബട്ടർ എങ്ങനെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുഴക്കാനായിട്ട് ചെറിയ ചൂടുള്ള പാലാണ് വേണ്ടത്. ഇപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂണ് പാലാണ് കേട്ടോ. എനിക്ക് ഈ ഒരളവ് പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് 1/2 കപ്പും അതുപോലെ 2 ടേബിൾ സ്പൂണ് പാലും പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പാകത്തിനുള്ള പരുവാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എനിക്ക് തോന്നുന്നു ആദ്യം 1/2 കപ്പ് പാല് ചേർത്തിട്ട് ഒന്ന് കുഴച്ച് നോക്കാം. എന്നിട്ട് പോരാ എന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂണ് പാല് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പാകത്തിനായിക്കോളും. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന പോലെ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ അതിനേക്കാളും ഒരിച്ചിരി സോഫ്റ്റും ഒരിച്ചിരി അയവിലും കുഴച്ചെടുത്താൽ മതി. അത്രയും ടൈറ്റായിട്ട് വേണ്ട മാവ്. അതിനേക്കാളും ഒരു പൊടിക്ക് ലൂസായിട്ട് കുഴച്ചെടുക്കുക. പക്ഷേ നമുക്കിത് ബോൾസാക്കി എടുക്കാൻ പാകത്തിന് കിട്ടണം വേണം. നമുക്കിത് ബോൾസാക്കിയിട്ട് നമ്മളിത് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ കയ്യിലൊട്ടി പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരിച്ചിരി ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസാക്കി എടുക്കാം. ചപ്പാത്തിയൊക്കെ നമ്മൾ സാധാരണ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു സൈസിൽ ബോൾസാക്കി എടുത്താൽ മതി.
അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഫുഡ് പ്രോസസ്സറിലല്ലെങ്കിലും നമ്മളൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ, അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ നമുക്ക് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കിട്ടുന്നുണ്ട്. നമ്മളിതിലോട്ട് പാലും മുട്ടയും ബട്ടറും ഒക്കെ ചേർത്തിട്ടല്ലേ കുഴച്ചെടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കിട്ടും. ഇനി നമുക്കിതൊരു അരമണിക്കൂറോളം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഒരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് ഇത് അരമണിക്കൂറോളം മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. എന്നിട്ടാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇത് അരമണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് പരത്തിയെടുക്കാം. ആദ്യം എല്ലാം കൂടെ ഒന്ന് ബോൾസാക്കി വെക്കാം. ചപ്പാത്തിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു സൈസിൽ തന്നെ ബോൾസാക്കി എടുത്താൽ മതി. ചപ്പാത്തിയുടെ ആ ഒരു സൈസിൽ പരത്തിയെടുത്താലും മതി. അത്രയും തിന്നായിട്ട് ചപ്പാത്തിയൊക്കെ പരത്തുന്ന ആ ഒരു രീതിയിൽ തന്നെ പരത്തിയെടുക്കുക. പക്ഷേ എല്ലാത്തിൻ്റെ സൈസും ഏകദേശം ഒരേപോലെ ആക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എല്ലാ ബോൾസും ഒരേ ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരേ സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ 12 ഷീറ്റാണ് ഞാൻ ഈ ഒരു അളവിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 12 ബോൾസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമ്മളിത് പരത്തിയെടുക്കുമ്പോൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ, പക്ഷേ നമ്മൾ എല്ലാത്തിൻ്റെ സൈസും ഒരേപോലെ ആക്കിയെടുക്കാൻ നോക്കുക. ഒരെണ്ണം കുറേ വലുതും ഒരെണ്ണം കുറേ ചെറുതും അങ്ങനെ ആക്കിയെടുക്കണ്ട. ഏകദേശം ഒരേ സൈസിൽ പരത്തിയെടുക്കാൻ നോക്കുക. പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടായാലും കുഴപ്പമില്ല. എന്നാലും നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ഏകദേശം ഒരേ സൈസിലാക്കി എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് മൊത്തം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മൊത്തത്തിൽ 13 ബോൾസാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരളവിൽ. പക്ഷേ ഇതിൽ കുറച്ച് വലുതും ചെറുതുമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് വലിയ ബോൾസൊക്കെ ഞാൻ കുറച്ചും കൂടെ മാവെടുത്തിട്ട് 14 ബോൾസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരളവിൽ 14 ഷീറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു 2 കപ്പ് മൈദയിൽ. ഇനി നമുക്കിത് പരത്തിയെടുക്കാനായിട്ട് കോൺഫ്ലവർ ആണ് കേട്ടോ തൂക്കി കൊടുക്കേണ്ടത്. കോൺഫ്ലവർ നല്ലോണം തൂക്കി കൊടുത്തിട്ട് തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് തിന്നായിട്ട് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ഡോ ആയതുകൊണ്ട് നമുക്ക് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരുപാട് അങ്ങനെ തിന്നായിട്ട് ഈ ഒരു സമയത്ത് പരത്തിയെടുക്കണ്ട കേട്ടോ. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന ആ ഒരു നോർമലി നമ്മൾ ചെയ്യാറുള്ള ആ ഒരു കനത്തിൽ പരത്തിയെടുത്താൽ മതി. ഒരുപാട് അങ്ങനെ നല്ലോണം തിന്നാക്കി എടുക്കണ്ട. നമുക്കത് പിന്നീട് ഇതിപ്പോൾ ഒന്നും കൂടെ നമ്മൾ പരത്തിയെടുക്കാനുണ്ട്, ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ചിട്ട്. അപ്പോൾ അത് പൊട്ടിപ്പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ നോർമലി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു കനത്തിൽ പരത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഓരോന്നും പരത്തി മാറ്റി വെക്കാം കേട്ടോ. കോൺഫ്ലവർ നല്ലോണം തൂക്കി കൊടുത്തിട്ട് തന്നെ പരത്തിയെടുക്കുക. അതുപോലെ എല്ലാ ഭാഗവും എല്ലാ സൈഡും ഒരേ കനത്തിൽ പരത്തിയെടുക്കാൻ നോക്കുക. ഇപ്പോൾ ഒരു സൈഡ് നല്ലോണം തിക്കായിട്ടും ഒരു സൈഡ് തിന്നായിട്ടും അങ്ങനെയല്ല, എല്ലാ ഭാഗവും ഒരേ കനത്തിൽ പരത്തിയെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ മൊത്തത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ഷീറ്റിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് വെച്ച ശേഷം അതിൻ്റെ മുകളിൽ കോൺഫ്ലവർ നന്നായിട്ട് തന്നെ തൂക്കി കൊടുക്കുക. നല്ലോണം കവറാകുന്ന രീതിയിൽ കോൺഫ്ലവർ ഇട്ട് കൊടുക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പറ്റില്ല, ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നിട്ട് വീണ്ടും ഇതുപോലെ ഷീറ്റ് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതിലിപ്പോൾ സൈസ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഇതുണ്ടെങ്കിലും നമുക്ക് മെല്ലെ വലിച്ച് എല്ലാം ഒരുപോലെ ആക്കിയെടുക്കുക. സൈസ് നല്ലോണം സെയിം ആക്കിയെടുക്കണം കേട്ടോ എല്ലാ ഷീറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ. എന്നിട്ട് വീണ്ടും ഇതുപോലെ കോൺഫ്ലവർ തൂക്കി കൊടുക്കുക. എന്നിട്ട് വേറൊരു ഷീറ്റ് വെക്കുക. അപ്പോൾ ഏകദേശം ഒരേ സൈസിൽ തന്നെയാണ് ഞാൻ പരത്തി എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതാക്കിയിട്ടൊന്ന് ഒരുപോലെ ആക്കിയെടുത്താൽ മതി. കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വലിച്ച്. ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ എല്ലാ ഷീറ്റും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലവറൊക്കെ തൂക്കി കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ കോൺഫ്ലവർ ഇതുപോലെ തൂക്കി കൊടുക്കുക. എന്നിട്ട് ഇത് സാവധാനം ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഇതിലിപ്പോൾ എല്ലാ ഷീറ്റും ഒരുമിച്ചാണുള്ളത്, 14 ഷീറ്റും. അപ്പോൾ ആദ്യം സാവധാനം ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് നല്ലോണം തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം. ഇനി നമുക്കിത് എത്രത്തോളം തിന്നായിട്ട് പരത്താൻ പറ്റുന്നുണ്ട് അത്രത്തോളം തിന്നായിട്ട് പരത്തിയെടുക്കുക. ഇതുപോലെ നീളത്തിൽ തന്നെ അല്ല, മറ്റേ സൈഡും കൂടെ പരത്തണം. നമ്മൾ ഒരു റൗണ്ടായിട്ട് മൊത്തത്തിൽ പരത്തിയെടുക്കുക. ഞാനിപ്പോൾ റൗണ്ട് ട്രേ ആണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ക്വയർ ആയിട്ടുള്ള ട്രേ വെക്കുന്നുണ്ടെങ്കിലും പിന്നീട് അത് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡും ഒരേ കനത്തിൽ പരത്തിയെടുക്കുക. ഇപ്പോൾ എനിക്ക് ട്രൈപോഡ് ഇവിടെ വെച്ചത് കൊണ്ട് നല്ലോണം വലുതാക്കിയിട്ട് പരത്താനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ പരത്തുമ്പോൾ നല്ലോണം തിന്നായിട്ട് തന്നെ പൊട്ടാത്ത രീതിയിൽ നല്ലോണം തിന്നായിട്ട് സാവധാനം പരത്തിയാൽ മതി കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഇത് സ്പീഡായിട്ട് കാണിക്കുന്നതാണ്. കുറച്ച് സാവധാനം ഇതേപോലെ എല്ലാം കൂടെ പരത്തിയെടുക്കുക. എല്ലാ സൈഡും ഒരേ കനത്തിൽ പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇത് പരത്തിയെടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ഒരു നടുഭാഗമൊക്കെ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് ഈ ഒരു ഇങ്ങേ അറ്റത്ത് കുറച്ച് കട്ടിക്കന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല ഒരു സൈഡ് ഭാഗമൊന്നും.
ഇങ്ങനെ ആവശ്യമുള്ളിടത്തൊക്കെ നല്ലോണം തിന്നാക്കിയിട്ട് തന്നെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ റൗണ്ടായിട്ട് നമ്മൾ ട്രേ വെച്ചിട്ട് ബാലൻസ് ഉള്ളതൊക്കെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സൈഡ് ഞാൻ അത്രയും തിന്നാക്കി എടുത്തിട്ടില്ല, കട്ട് ചെയ്തെടുക്കുന്ന ഭാഗം. നിങ്ങൾക്ക് ഇതിനേക്കാളും കുറച്ച് വലിയ സൈസിൽ ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇതിനേക്കാളും കുറച്ച് തിന്നായിട്ട് നിങ്ങൾക്ക് ഇതിനും കുറച്ചും കൂടെ നമുക്ക് വേണമെങ്കിൽ പരത്തിയെടുക്കാം. അപ്പോൾ ഏത് ട്രേ ആണോ വെക്കുന്നത് ആ ഒരു ട്രേ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇതിനേക്കാളും നല്ലോണം വലിയ ഷീറ്റ് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ബോൾസ് കുറച്ച് വലിയ സൈസിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഷീറ്റ് ചിലപ്പോൾ 10 12 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലുതാക്കിയിട്ട് ബോൾസാക്കി എടുത്താൽ മതി, കുറച്ച് വലിയ സൈസിലാക്കി എടുത്താൽ മതി. അതുപോലെ നമ്മൾ ഈ ഒരു കട്ട് ചെയ്തെടുക്കുന്ന ഭാഗമൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തിന്നാക്കി എടുക്കാനും പറ്റും. കുറച്ചും കൂടി നിങ്ങൾക്ക് ഇതിനേക്കാളും കുറച്ചും കൂടെ വലുപ്പത്തിൽ പരത്തിയെടുക്കാൻ വേണമെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ കറക്റ്റ് ഇത് ട്രേ വെച്ചിട്ട് ഈ ബാലൻസ് ഉള്ളതൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത ഭാഗം കളയണമെന്നില്ല. നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന ആ ഒരു രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുത്താലും നല്ല ടേസ്റ്റാണല്ലോ പാലും മുട്ടയൊക്കെ ചേർക്കുമ്പോൾ. അപ്പോൾ നമുക്ക് കളയണമെന്നില്ല കേട്ടോ ബാലൻസ് ഉള്ള മാവ്. അപ്പോൾ ഇതുപോലെ നല്ലോണം മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. മറ്റേ ഇതൊന്നും ഇതാവാത്ത രീതിയിൽ ഈ ഒരു സൈഡ് ഭാഗം മാത്രം റിമൂവ് ചെയ്തെടുക്കുക. മറ്റേ ഷീറ്റിനൊന്നും മുറിവൊന്നും ഏൽക്കാത്ത രീതിയിൽ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഷീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് വേണ്ടാത്തതൊക്കെ മാറ്റാം. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കുന്നതുകൊണ്ടാണ്, ഈ ഒരു ക്യാമറയും കൂടെ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ അധികം പണിയൊന്നുമില്ല ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മൾ സാധാരണ ചപ്പാത്തി പത്തിരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പരത്തുന്ന പണിയേ ഉള്ളൂ. അപ്പോൾ ഇതിലുള്ള പൊടിയൊക്കെ തട്ടി കൊടുക്കുക. നമ്മൾ കോൺഫ്ലവറൊക്കെ നല്ലോണം തൂക്കി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ തട്ടി കൊടുക്കുക. അപ്പോൾ നല്ല തിന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്ര തിന്നായിട്ടാണ് ഇതുള്ളതെന്ന്. നല്ല തിന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് ബക്ലാവ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്തത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ഷീറ്റിന് നല്ല റേറ്റ് ഉണ്ട് വാങ്ങുമ്പോൾ. അതുപോലെ എല്ലാ ഷോപ്പിലൊന്നും കിട്ടുന്നുമില്ല. കാസർഗോഡ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ മേക്കോ മാർട്ടിലുണ്ട്, വേറെ അങ്ങനെയുള്ള ഷോപ്പിലൊന്നും കാസർഗോഡൊന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അതിനപ്പോൾ അതാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തത്. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരിക്കൽ ഇങ്ങനെ ഒരു ഷീറ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ബക്ലാവ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ല എത്ര തിന്നായിട്ടാണ് ഉള്ളതെന്ന്. ഇനി നമുക്ക് ഈ ഒരു ഷീറ്റ് നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ട്. ഒന്നും ഒട്ടിപ്പിടിക്കുന്ന അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ബക്ലാവ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഷീറ്റ് ഇവിടെ മാറ്റി വെക്കാം. ഇനി കുറച്ച് കാര്യം ഒന്ന് ചെയ്യാനുണ്ട്. ഇതിലോട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ വേണം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അധികം പൊടിഞ്ഞു പോകരുത്, ക്രഷായിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഫുഡ് പ്രോസസ്സറിലാകുമ്പോൾ നമുക്ക് നല്ല പാകത്തിന് ക്രഷായി കിട്ടുന്നുണ്ട്. ഫൈൻ പൗഡർ ആവാത്ത ചോപ്പിംഗ് ബ്ലേഡാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ മിക്സിയിൽ പൊടിക്കുന്നുണ്ടെങ്കിൽ അധികം പൊടിഞ്ഞു പോവാത്ത നോക്കണം. അപ്പോൾ ഇതിലോട്ട് ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 കപ്പിനേക്കാളും കുറച്ച് കുറവായിട്ട് വാൾനട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1/2 കപ്പൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇതിലോട്ട് പിസ്ത ഏകദേശം എൻ്റെ കയ്യിൽ ക്രഷ് ചെയ്തതാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്, ഈ ഒരു സമയത്ത് ചേർക്കുന്നില്ല. ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പാകത്തിന് ക്രഷായി കിട്ടുന്നുണ്ട് ഈ ഒരു പ്രോസസ്സറിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ, അധികം പൊടിഞ്ഞു പോവാത്ത രീതിയിലൊക്കെ. അപ്പോൾ നിങ്ങൾ മിക്സിയിലൊക്കെ പൊടിച്ചെടുക്കുമ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ അധികം പൊടിഞ്ഞു പോവും. ഒരിക്കലും അധികം ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കരുത്. അപ്പോൾ ഇത് നമുക്കിതിലോട്ട് മാറ്റാം. അപ്പോൾ നല്ല പാകത്തിന് തന്നെ നമുക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പിസ്തയും കൂടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പീസസൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിസ്ത 1/2 കപ്പൊന്നും എടുത്തിട്ടൊന്നുമില്ല, ഒരു 1/4 കപ്പാണ് പിസ്ത എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ, നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ ഇഷ്ടം അതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ചേർത്ത് കൊടുക്കാം. വാൾനട്ട് വേണമെങ്കിൽ കുറക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ബക്ലാവ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ബട്ടർ ഇവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം 100 ഗ്രാം ബട്ടർ ഇതിലോട്ട് വേണ്ടി വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. 1/2 കപ്പ് പകുതി സൺഫ്ലവർ ഓയിലും പകുതി ബട്ടറും എന്ന രീതിയിൽ വേണമെങ്കിൽ എടുക്കാം. ഞാൻ മൊത്തത്തിൽ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു ട്രേയിൽ നല്ലോണം ബട്ടറൊന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഷീറ്റ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഷീറ്റ് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ കറക്റ്റ് ഇതിലോട്ടിങ്ങനെ സൈസിൽ തന്നെ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കിത് വെച്ച ശേഷം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ ബുദ്ധിമുട്ടാണ്. ഇത് എടുത്തിട്ട് പിന്നെ
നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റില്ല. ആദ്യം വെക്കുമ്പോൾ തന്നെ കറക്റ്റ് ഇങ്ങനെ എല്ലാ ഇതിലും കവറാകുന്ന രീതിയിൽ തന്നെ കറക്റ്റ് പാകത്തന്നെ വെച്ച് കൊടുക്കാം. ഇനി വേണ്ടത് ഇതിൻ്റെ മുകളിലോട്ട് ബട്ടർ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ബട്ടർ എല്ലായിടത്തും കവറാകുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിലോട്ടൊക്കെ ബട്ടർ നന്നായിട്ട് സൈഡിലോട്ടൊക്കെ എല്ലായിടത്തും ആക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ക്രിസ്പിയായി കിട്ടില്ല. മെൽറ്റ് ചെയ്ത ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും മിക്സ് ചെയ്ത് കൊടുക്കാം. ഓയിൽ മാത്രം ചേർത്ത് കൊടുക്കരുത്, ടേസ്റ്റ് ഉണ്ടാവില്ല. ബട്ടറും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ബട്ടർ മാത്രമായിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ഷീറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതേപോലെ ഷീറ്റ് വെച്ച് കൊടുത്താൽ മതി, നേരത്തെ ചെയ്ത പോലെ. ഇതിൻ്റെ ഇടയ്ക്കൊന്നും വേറൊന്നും ബട്ടർ അല്ലാതെ വേറൊന്നും ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല. ഇനി വീണ്ടും ഇതിലോട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലായിടത്തും കവറാകുന്ന രീതിയിൽ. അപ്പോൾ ഇതുപോലെ ഞാൻ 4 ഷീറ്റ്, ആദ്യം ഇപ്പോൾ 2 ഷീറ്റ് നമ്മൾ വെച്ചല്ലോ, ഇനി 2 ഷീറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം 4 ഷീറ്റ് വെച്ചിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. എന്നിട്ടാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നത്, നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചത്. നിങ്ങൾക്ക് 3 ഷീറ്റ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 4 ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 4 ഷീറ്റ് വെച്ച ശേഷം ഇതേപോലെ ഇനി 2 ഷീറ്റും കൂടെ വെച്ചിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ 4 ഷീറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബട്ടറും കൂടെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മൊത്തത്തിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നില്ല, ക്രഷ് ചെയ്ത് വെച്ചത് ഒരു 1/4 ഭാഗം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. 4 ലെയറായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് 4 പ്രാവശ്യം ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാനുണ്ട്. 4 3 പ്രാവശ്യം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം, ലെയർ ചെയ്യുന്നതിനനുസരിച്ച്. ഇതുപോലെ മൊത്തത്തിൽ കവറാകുന്ന രീതിയിൽ ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. നമുക്കിത് 4 പ്രാവശ്യം ഇട്ട് കൊടുക്കാനുള്ളത് പാകത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 4 ലെയറായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഷീറ്റുമുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതിപ്പോൾ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലോട്ട് ഇപ്പോൾ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഒരു ഷീറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കാം മുകളിലോട്ട്. ഇത് ഷീറ്റ് വെച്ച് കൊടുത്ത ശേഷം ഇതിലോട്ട് നന്നായിട്ട് ബട്ടർ പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ബട്ടർ നന്നായിട്ട് തന്നെ ആക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഉള്ളതുകൊണ്ട് ഇത് മൂവ് ആകുന്നുണ്ട്. നമ്മളിങ്ങനെ ബട്ടർ ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആകാത്ത രീതിയിൽ മെല്ലെ സാവധാനം ബട്ടർ ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് കീറിപ്പോവും അങ്ങനെ മൂവായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ മെല്ലെ സാവധാനം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാത്ത രീതിയിൽ ബട്ടറാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിത് പിന്നീട് തിരിച്ചിട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് ബട്ടർ നന്നായിട്ട് തന്നെ ബട്ടറാക്കി കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവുന്നുണ്ട്. അപ്പം മെല്ലെ വേണമെങ്കിൽ ഒരറ്റം പിടിച്ചിട്ടൊക്കെ മെല്ലെ ഇങ്ങനെ ബട്ടറാക്കി കൊടുത്താൽ മതി. മൊത്തത്തിൽ ബട്ടർ കവറായി കിട്ടണം. ഇനി മെല്ലെ ഇത് എടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. കറക്റ്റ് നമ്മൾ അവർ വെക്കുന്ന കറക്റ്റ് പ്ലേസിൽ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇതാക്കാൻ പറ്റില്ല. അപ്പോൾ കറക്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും ബട്ടറാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഷീറ്റിൻ്റെ അടിയിലും കൂടെ ബട്ടർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തിരിച്ചിട്ട് കൊടുത്തത്. ഇനി ഇത് വീണ്ടും ഇതുപോലെ നന്നായിട്ട് തന്നെ ബട്ടർ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഷീറ്റ് വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ബട്ടർ തേച്ച് കൊടുക്കുക. എന്നിട്ടത് കമഴ്ത്തി കൊടുക്കുക. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മുകളിൽ കമഴ്ത്തി കൊടുത്തിട്ട് പിന്നീട് ഇതിൻ്റെ മുകളിൽ, അപ്പോൾ നമുക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ എളുപ്പമാവും, വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ബട്ടർ ഇതിൻ്റെ അടിയിൽ ആക്കി കൊടുത്താൽ മതി മൊത്തത്തിൽ. ഇനി ഇതിൻ്റെ മുകളിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് തന്നെ ബട്ടറാക്കി കൊടുക്കുക. ഇനി വീണ്ടും 3 ഷീറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ. ഇപ്പോൾ ഒരു ഷീറ്റ് വെച്ചു, ഇനി 3 ഷീറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 ഷീറ്റ് ഇതിൻ്റെ മുകളിലും 4 ഷീറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 4 ലെയറാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയറിൽ നമ്മൾ 4 ഷീറ്റ് വെച്ച് കൊടുത്തു. രണ്ടാമത്തെ ലെയറിലും ഈ ഒരു ലെയറിലും 4 ഷീറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയുള്ള ലെയറിൽ 3 ഷീറ്റാണ്. 2 ലെയറിലും 3 ഷീറ്റ് എന്ന രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഷീറ്റ് മൊത്തത്തിൽ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് 4 3 ഷീറ്റൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഷീറ്റിൻ്റെ എണ്ണത്തിലൊക്കെ മാറ്റം വരുത്താം. ഇതുപോലെ 4 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണമൊക്കെ വെച്ചിട്ട് ലെയർ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇപ്പോൾ 4 ഷീറ്റ് ഞാൻ വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നേരത്തെ ചെയ്ത പോലെ ഷീറ്റ് വെച്ചിട്ട് ബട്ടർ അതിൻ്റെ മുകളിൽ പുരട്ടി കൊടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത്. തിരിച്ചിട്ട് കൊടുത്ത ശേഷം വീണ്ടും അതിൻ്റെ മുകളിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് വീണ്ടും ഷീറ്റ് വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ബക്ലാവ എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ഷീറ്റും ബട്ടറും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നതാണ്. ഇതിലോട്ട് വേറൊന്നും ചെയ്യാനൊന്നുമില്ല, ബേക്ക് ചെയ്തെടുക്കുന്നതാണ് പിന്നെ ഉള്ളത്. പിന്നെ ഇതിലോട്ട് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് കുറച്ച് പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കാറുണ്ട്, ഒരു നുള്ള്. അപ്പോൾ ഈ ഒരു ഫ്ലേവർ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നുള്ള് പട്ട പൊടിച്ചത് ചേർത്തിട്ട് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ലെയർ ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, എല്ലാം കൂടെ ഷീറ്റ് വെക്കുന്നതൊന്നും കാണിക്കുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ കാണിച്ച പോലെ തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ, കമൻറ്റിൽ ക്ലിയർ ചെയ്ത് തരാം. പറഞ്ഞത് എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച ഷീറ്റ് മൊത്തത്തിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ നന്നായിട്ട് ഇതുപോലെ ബട്ടർ പുരട്ടി കൊടുക്കുക. ഈ ഒരു ലെയറിലുള്ളത്, ഇതിപ്പോൾ 4ാമത്തെ ലെയറിലുള്ളത് 3 ഷീറ്റാണ് നേരത്തെ പറഞ്ഞപ്പോൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷീറ്റ് കൂടുതലുണ്ടെങ്കിൽ ഇതിൽ 4 വേണമെങ്കിൽ ആക്കാം കേട്ടോ. അതുപോലെ നമ്മൾ 2ാമത്തെ ലെയറിൽ 4 ഷീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് 3 ആക്കാം, ഇതിൽ വേണമെങ്കിൽ 4 ആക്കാം. അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും 4 3 ഷീറ്റൊക്കെ ഉണ്ടെങ്കിലൊക്കെ കുഴപ്പമില്ല. നമ്മൾ മൊത്തത്തിൽ ഇതുപോലെ 1 3 4 ഷീറ്റ് വെച്ചിട്ട് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഇടയ്ക്കിട്ട് കൊടുത്തിട്ട് ലെയർ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ മൊത്തത്തിൽ എല്ലാ ഷീറ്റും ഞാൻ വെച്ചിട്ട് ഇതുപോലെ ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലോണം ബട്ടറൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. കട്ട് ചെയ്തിട്ടാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏത് ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് പിന്നീട് സെർവ് ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നീട് നമുക്ക് ബേക്കായതിന് ശേഷം കട്ടാക്കി എടുക്കാൻ പറ്റുമല്ലോ, അത് പൊട്ടിപ്പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ മെല്ലെ സാവധാനം പൊടിയാത്ത രീതിയിൽ, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇതാവാത്ത രീതിയിൽ സാവധാനം വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ അത് ഷീറ്റൊക്കെ, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഷീറ്റൊക്കെ കീറിപ്പോവും. അതിന് വേണ്ടിയിട്ട് സാവധാനം, മുകളിലുള്ള ഷീറ്റാണെങ്കിലും കീറിപ്പോവാത്ത രീതിയിൽ നല്ലോണം സാവധാനം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ താല്പര്യമുള്ള ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ നന്നായിട്ട് നമ്മൾ ബട്ടറൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ കീറിപ്പോവാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലെവലായിട്ട് വേണമെങ്കിൽ ലെവലായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ ഒന്ന് ക്രോസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കട്ട് ചെയ്ത ഭാഗത്തോട്ടൊക്കെ മെൽറ്റ് ചെയ്ത ബട്ടർ ഇതുപോലെ ആക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തോട്ടും ഇതുപോലെ ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബട്ടർ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും ഇതിൻ്റെ സൈഡിലോട്ടും എല്ലായിടത്തും ഇതുപോലെ ബട്ടറൊന്ന് ആക്കി കൊടുക്കുക. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് OTG ഓവനിലാണ് കേട്ടോ. ഞാനിപ്പോൾ നല്ലോണം പ്രീ ഹീറ്റാക്കാൻ വേണ്ടിയിട്ട് 10 മിനിറ്റോളം പ്രീ ഹീറ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രിയിലാണ് പ്രീ ഹീറ്റാക്കാൻ വെച്ചിട്ടുള്ളത്. അതുപോലെ ബേക്കിംഗ് ചെയ്തെടുക്കുന്നതും 180 ഡിഗ്രിയിലാണ് കേട്ടോ. 25 മിനിറ്റാണ് സമയം ഇതിൻ്റെ ബേക്കിങ്. അപ്പോൾ ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 25 മിനിറ്റ് ഇവിടെ സമയം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഇവിടെ ബേക്കായി വരട്ടെ. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് കാര്യം ഒന്ന് ചെയ്തെടുക്കാനുണ്ട്. ഒന്നുമില്ല, ഇനി ഇതിലോട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. 1 കപ്പ് പഞ്ചസാരയും അതുപോലെ 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിത് കുറച്ച് കൂടുതലായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ച് കുറക്കാം, അതുപോലെ വെള്ളവും കുറച്ച് കുറക്കാം കേട്ടോ. നമ്മൾ എത്രയാണ് പഞ്ചസാര എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് തിളച്ചാൽ മതി. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയാൽ മതി. അല്ലാതെ ഇത് ഒരു നൂൽ പരുവമാക്കി തിക്കാക്കി എടുക്കണം അങ്ങനെയൊന്നുമില്ല. നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയാൽ മതി. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു പകുതി നാരങ്ങ പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ നാരങ്ങയുടെ പകുതി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരുപാട് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണ്ട. നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓൾറെഡി നന്നായി തിളച്ച് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയൊന്നും ചെയ്യാനൊന്നുമില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. നാരങ്ങ ചേർത്തിട്ട് ഒരുപാട് തിളപ്പിച്ചെടുക്കണ്ട. ഇനി ഇത് മാറ്റി വെക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ബക്ലാവ ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ നല്ല പാകത്തിന് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെച്ച് കൊടുത്ത സമയം 25 മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട്. 25 മിനിറ്റിൽ എനിക്ക് കറക്റ്റ് ബേക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല മുകൾ ഭാഗമൊക്കെ നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓവനിൽ ചിലപ്പോൾ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം. എനിക്ക് കറക്റ്റ് 25 മിനിറ്റിൽ ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഞാനിതൊന്ന് കാണിച്ചു തരാം എത്രത്തോളം ക്രിസ്പി ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളതെന്ന്. നമ്മൾ ഹോം മെയ്ഡായിട്ടുള്ള ഷീറ്റല്ലേ ഇത് വെച്ചത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓരോന്നും ഇങ്ങനെ ലെയറൊക്കെ ഇങ്ങനെ അത്രയും തിന്നായിട്ട് നമുക്കിത് കാണുന്നുണ്ട് ഇതിൽ. ഇനി ഇതിലോട്ട് നമ്മൾ ചൂടോടെയാണ് കേട്ടോ ഇതിലോട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു ബക്ലാവ നല്ല ചൂടുണ്ടായിരിക്കണം. ഷുഗർ സിറപ്പ് ചെറിയ ചൂടുണ്ടായാൽ മതി, അധികം ചൂടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ബക്ലാവ നല്ല ചൂടോടെയാണ് നമ്മൾ ഈ ബക്ലാവയിലോട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ എല്ലായിടത്തും കവറാക്കുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ് എനിക്ക് മൊത്തത്തിൽ വേണ്ടി വന്നിട്ടില്ല. 1 കപ്പ് ഷുഗർ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കുറച്ച് എനിക്ക് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു ഷുഗർ സിറപ്പ്. അപ്പോൾ കുഴപ്പമില്ല, എന്തായാലും നമുക്കിത് നല്ലോണം കവറാകുന്ന രീതിയിൽ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരുവിധം ഇതിൻ്റെ മുകളിലോട്ടൊക്കെ കവറാകുന്ന രീതിയിലൊക്കെ ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല, കുറച്ച് ഷുഗർ സിറപ്പ് ബാക്കിയുണ്ട്. അപ്പോൾ ഇതും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ കൂടുതലാവും തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇത് നമ്മൾ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഈ ഒരു കട്ട് ചെയ്ത ഭാഗമൊക്കെ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഓൾറെഡി കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ കുറച്ചും കൂടെ ഇതാവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. ഒരു നൈഫ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് പിസ്ത പൊടിച്ചത് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വെതറി കൊടുക്കുന്നുണ്ട്. വേണമെന്നില്ല, വേണമെങ്കിൽ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് വെതറി കൊടുക്കാം. ഇനി നമ്മളിത് സെർവ് ചെയ്യുന്നത് ഇത് നല്ലോണം ചൂടാറണം. അതുപോലെ അതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ചൂടാറിയിട്ടും നമ്മളിതൊരു 2 മണിക്കൂറൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് സെർവ് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഷുഗർ സിറപ്പൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും. ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെ മാറ്റി വെക്കുമ്പോൾ ചൂടാറി കഴിഞ്ഞിട്ട് തന്നെ സെർവ് ചെയ്യുന്നതിനേക്കാളും ഒരു 2-3 മണിക്കൂർ മാറ്റി വെച്ചിട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ഷുഗർ സിറപ്പൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പോൾ ഞാനിതൊരു 2 മണിക്കൂറൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഫ്രിഡ്ജിലൊന്നും അല്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇതൊരു 3 മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ 2 മണിക്കൂർ മാറ്റി വെച്ചാലും മതി. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബക്ലാവയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ ഇത്. ഇനി നമുക്കിത് പിന്നെ നമ്മളിത് പുറത്തിങ്ങനെ കൊടുത്ത് വിടുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കൊടുത്ത് വിടാതെ ഇങ്ങനെ ട്രേയിൽ തന്നെ കൊടുത്ത് വിടുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ലെയറായിട്ടല്ലേ ഉള്ളത് ഓരോന്നും. അപ്പോൾ നമ്മൾ ഒരു കട്ട് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ കണ്ടെയ്നറിലാക്കി കൊടുക്കുമ്പോൾ ലെയറൊക്കെ സെപ്പറേറ്റ് ആയി പോകും. അല്ലെങ്കിൽ ഇതിലോട്ട് ഓരോ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഓരോ പീസിലോട്ടും ടൂത്ത് പിക്ക് കുത്തി വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ലെയർ സെപ്പറേറ്റ് ആവുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത് വിടുമ്പോൾ എല്ലാം കൂടെ സെപ്പറേറ്റ് ആയി പോകും. ഇതിപ്പോൾ ഓരോന്നും ഇങ്ങനെ ലെയറായിട്ടല്ലേ ഉള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഹോം മെയ്ഡായിട്ടല്ലേ ഈ ഒരു ഷീറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പറയുന്നത്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ കാണിച്ചു തരാം ഓരോന്നും ലെയർ. അത്രയും തിന്നായിട്ടാണ് നമ്മൾ ഈ ഒരു ലെയർ നമുക്ക് ഇതിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിലുള്ള ഓരോ ലെയറും ഇത്രയും തിന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.